ഇത്തവണത്തെ +2 ഓണം എക്സാമിൽ ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് വേണ്ടി വളരെ സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ നിർബന്ധമായും കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ആണിത്. 2, ഈ തവണത്തെ ഓണപരീക്ഷയിൽ ഇംഗ്ലീഷിനെ കുറിച്ച് യാതൊരു ധാരണയും നിങ്ങൾക്കില്ല, എങ്ങനെ ചോദ്യങ്ങൾ വരും എന്ന് ഒരു പ്രിഡിക്ഷനും ഇല്ല എങ്കിൽ നിങ്ങളും നിർബന്ധമായും ഈ വീഡിയോ കാണണം. കാരണം നമ്മൾ ചെയ്യാൻ പോകുന്നത് 2019-ലെയും 2023-ലെയും കേരള സർക്കാർ അച്ചടിച്ചു തന്ന ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു ഡീറ്റെയിൽഡ് അനാലിസിസ് ആണ്. ഓരോ ചാപ്റ്ററിലും ഏത് രീതിയിലാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത്, എത്ര മാർക്കിനാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത്, എങ്ങനെയാണ് ചോദ്യങ്ങൾ നിരന്തരമായി വന്നുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് ഈ കുഞ്ഞു വീഡിയോ കണ്ടാൽ മനസ്സിലാവും. സോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കാനും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. നോക്കൂ, നമുക്ക് ആദ്യത്തെ ചാപ്റ്റർ വെച്ച് തുടങ്ങാം, ദ 3 L's ഓഫ് എംപവർമെന്റ്. സോ ആ ചാപ്റ്റർ നിങ്ങൾ പരീക്ഷയ്ക്ക് വേണ്ടി വായിക്കുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവേണ്ട കാര്യം, 2023-ലും 2019-ലും ഒരു എസ്സേ ടൈപ്പ് 8 മാർക്കിന്റെ എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ വന്ന ഒരു ചാപ്റ്ററാണ് 3 L's ഓഫ് എംപവർമെന്റ്. അതിൽ കൂടുതൽ ഒരുപാട് ഡിസ്കോഴ്സുകളൊന്നും ആ ചാപ്റ്ററിൽ ഇതുവരെ വന്നിട്ടില്ല. ഇതുപോലെ വളരെ ബേസിക് ആയിട്ട് കുറെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടില്ലേ. സജസ്റ്റ് 2 ways to promote more opportunities for women in the workplace. അത് ആ ചാപ്റ്ററിൽ മെൻഷൻ ചെയ്തു പോകുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ആ ചാപ്റ്ററിൽ അത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെയുള്ള 2 എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഇവിടെ വന്നിട്ടുണ്ട്, 3 L's ഓഫ് എംപവർമെന്റ് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ എനി വുമണിലേക്ക് വരികയാണ്, അടുത്ത ചാപ്റ്ററിലേക്ക് വരികയാണ്. 2023 ഫസ്റ്റ് ടൈം എക്സാമിൻ റീഡ് ദ ലൈൻസ് ഫ്രം എനി വുമൺ, ഇലാബറേറ്റ് ദ മീനിങ് ഓഫ് ദി അബവ് ലൈൻസ്. 4 ലൈൻസ് തന്നിട്ട് ആ ലൈൻസിന്റെ മീനിങ് ഇലാബറേറ്റ് ചെയ്യാൻ വേണ്ടി തന്നിട്ടുണ്ട്. 4 മാർക്കിന്റെ ചോദ്യമാണ്. ദെൻ അതേ എക്സാമിൽ 2023 ഫസ്റ്റ് ടൈം എക്സാമിൽ തന്നെ റീഡ് ദ പോയം ഗിവൺ ബിലോ ആൻഡ് കമ്പയർ ഇറ്റ് വിത്ത് എനി വുമൺ. സോ ഈ തന്നിരിക്കുന്ന പോയത്തെ എനി വുമണുമായിട്ട് എന്ത് ചെയ്യാൻ വേണ്ടി, കമ്പയർ ചെയ്യാൻ വേണ്ടി ചോദ്യം ചോദിച്ചിട്ടുണ്ട്. 8 മാർക്കിന്റെ ചോദ്യമായിരുന്നു അത്. ഇനി നമ്മൾ 2019-ലേക്ക് വരാം. നമ്മൾ വിചാരിക്കും ഒരു പോയത്തിൽ നിന്ന് ലൈൻസ് ഇലാബറേറ്റ് ചെയ്യാനും കമ്പയർ ചെയ്യാനും മാത്രമേ വരുന്നു. അങ്ങനെയല്ല. 2019 ദ പോയം എനി വുമൺ എൻഡ്സ് വിത്ത് എ പ്രയർ, അല്ലെ, ടേക്ക് മീ നോട്ട് ടിൽ ദ ചിൽഡ്രൻ ഗ്രോ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ദീസ് ലൈൻസ് റിഫ്ലെക്ട് ദ unending love and concern of a mother for her children. Do we show the same consideration to our mother? So general question ആണ്, പക്ഷെ related to this chapter. Write a short paragraph on the attitude of children towards the mother in the present. ഇപ്പൊ നിങ്ങൾക്ക് കുറച്ച് കോൺഫിഡൻസ് ഒക്കെ തോന്നുന്നുണ്ട്. ഓക്കെ, ഇതൊക്കെ എനിക്ക് എഴുതാൻ പറ്റുന്ന കാര്യങ്ങളാണ്. 4 മാർക്കിന്റെ ചോദ്യമാണ്. വീണ്ടും elaborate the idea conveyed in the lines. I am the wall against all danger, the door against wind and snow, though whom a woman laid in a manger, take me not the children grow. ഈ വരി എന്ത് ചെയ്ത് അവസാനത്തെ സ്റ്റാൻസിയാണ്. ഇത് ഇലാബറേറ്റ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്തിട്ടുണ്ട്, 4 മാർക്കിന് ഒരേ പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ട്. ദെൻ ആ പരീക്ഷയിൽ 2019 ഓണപരീക്ഷയിൽ 4 ഇവിടെ 8 മാർക്ക്, മൊത്തം 16 മാർക്കിനാണ് എനി വുമൺ എന്ന് പറഞ്ഞ ചാപ്റ്ററിന് പോയത്തിന് ചോദ്യം വന്നത്. എഗെയിൻ റീഡ് ദ ഫോളോയിങ് പോയം ആൻഡ് കമ്പയർ ഇറ്റ് വിത്ത് എനി വുമൺ. ഈ പോയത്തിന് എനി വുമണുമായിട്ട് കമ്പയർ ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് എനി വുമണിന് എങ്ങനെയാണ് ചോദ്യങ്ങൾ വരിക എന്നത് ഏകദേശം മനസ്സിലായിട്ടുണ്ട്. ഇനി നമ്മൾ മാച്ച് ബോക്സിലേക്ക് വരികയാണ്. 3ാമത്തെ ചാപ്റ്ററാണ്. 2023 മാച്ച് ബോക്സിൽ നിന്ന് വന്ന ആദ്യത്തെ ചോദ്യം 2 മാർക്കിന്റെ ചോദ്യം. Now he too picks up the poison knife. What is the poison knife? സോ ടെക്സ്റ്റ് ബുക്ക് സീരിയസ് ആയിട്ട് വായിക്കുന്ന ഒരാൾക്ക് ഇതിന്റെ ആൻസർ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എഴുതാൻ പറ്റുള്ളൂ. 2 മാർക്കിന്റെ ചോദ്യമാണ്. 13ാമത്തെ ചോദ്യം 4 മാർക്കിന്റെ ചോദ്യമാണ്. ആശാ പൂർണ ദേവി says, this is precisely why I compare women to match boxes. എന്തുകൊണ്ടാണ് ആശാ പൂർണ ദേവി വിമണിനെ മാച്ച് ബോക്സസ് ആയിട്ട് കമ്പയർ ചെയ്യുന്നത്? വൈ? 4 മാർക്കിന്റെ ചോദ്യമാണ്. 17ാമത്തെ ചോദ്യം അതേ എക്സാമിൽ. It is a standard speech. The good woman has once again placed it on the record the news of her various hardships and complaints. Imagine you are നോമിതാസ് മദർ. ഇത് നോമിതയുടെ മദറിനെ കുറിച്ചുള്ള ഒരു കമന്റ് ആണ്. നിങ്ങൾ നോമിതയുടെ മദർ ആണെന്ന് വിചാരിക്കൂ. വാട്ട് വുഡ് യു ഹാവ് റിട്ടൺ ഇൻ ദ ലെറ്റർ? അല്ലെ, ആ ക്രംപിൾഡ് ലെറ്റർ ഉണ്ടല്ലോ, അതിൽ എന്തായിരിക്കും നോമിതയുടെ മദർ എഴുതിയത്? ഡ്രാഫ്റ്റ് ലെറ്റർ ടു യുവർ ഡോട്ടർ. യെസ്, 4 മാർക്കിന്റെ ചോദ്യമാണ്. ഇത്രയാണ് 2023 മാച്ച് ബോക്സിൽ ചോദിച്ചത്. 2019 എംപവർമെന്റ് ഓഫ് എ വുമൺ ബിഗിൻസ് അറ്റ് ഹോം. ഒരു സ്ത്രീയുടെ ശാക്തീകരണം തുടങ്ങുന്നത് അവളുടെ വീട്ടിൽ നിന്നാണ്. ഡു യു തിങ്ക് സോ? നിങ്ങൾ അങ്ങനെ വിചാരിക്കുന്നുണ്ടോ? റൈറ്റ് 4 points ടു ജസ്റ്റിഫൈ ദ ആൻസർ. നിങ്ങൾ എന്ത് എഴുതിയാൽ മതി? നിങ്ങൾ 4 പോയിന്റ്സ് എഴുതിയാൽ മതി. 4 മാർക്കാണ്. ഇനി നമ്മൾ ഹൊരഗെല്ലുവിലേക്ക് പോവാണ്. നിങ്ങളുടെ 4ാമത്തെ ചാപ്റ്റർ. അവിടെ നിന്ന് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വന്നതെന്ന് അറിയണ്ടേ? 2023 ഫസ്റ്റ് ടൈം എക്സാമിന് റീഡ് ദ എക്സെപ്റ്റ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ബിലോ. എന്നിട്ട് ഹൊരഗെല്ലുവിലെ ഒരു പാസേജ്, ഒരു ചെറിയ 2 സെന്റൻസ് വന്നു. എന്നിട്ട് ആരുടെ ഗ്രാൻഡ് ഫാദറെയാണ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത്? നമുക്കറിയാം, സുധാമൂർത്തിയുടെയാണ്. ഹൂ ഈസ് റെഫേർഡ് ടു ആസ് ദേ. ആരൊക്കെയാണ് ദേ? ദേ സ്പോക്ക് അബൌട്ട് ദ ഡിഫിക്കൽട്ടീസ് ദേ ലിവ്ഡ് വിത്ത് മൈ ഗ്രാൻഡ് ഫാദർ could only listen to them, but just talking to him seemed to refresh them for a journey. So who is referred as they?
ഉത്തരം പറയാനല്ല, ഈ ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിക്കാറുണ്ട്. സോ ഒരു തവണയെങ്കിലും ടെക്സ്റ്റ് ബുക്ക് പരീക്ഷയ്ക്ക് മുമ്പ് വായിക്കുക. ഇതിനുശേഷം ബാക്കിയുള്ള മുഴുവൻ ഡിസ്കോഴ്സുകൾ നമുക്ക് എന്ത് ചെയ്യാം, ഇന്ന് വൈകുന്നേരത്തെ ലൈവിൽ ഡിസ്കസ് ചെയ്യാം. നിങ്ങൾ അതൊന്നും ടെൻഷൻ ആവണ്ട. Given below is a blurb of Asha Purna Devi's short story Matchbox, but it is incomplete. Blurb incomplete ആണ്. നിങ്ങളോട് വേറെ എന്തൊക്കെ ഇൻഫർമേഷൻ ബ്ലർബിൽ കൊടുക്കുക, എന്നിട്ട് ആ ബ്ലർബ് എന്ത് ചെയ്യാൻ വേണ്ടി, കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ചോദിച്ചിട്ടുണ്ട്. 4 മാർക്കിനാണ് ചോദ്യം. 2019 വരുവാണെങ്കിൽ സുധാമൂർത്തിസ് ഗ്രാൻഡ് ഫാദർ ആൻഡ് രത്ന ആക്ട് ആസ് ഹൊരഗെല്ലൂസ് അല്ലെ. സുധാമൂർത്തിയുടെ ഗ്രാൻഡ് ഫാദറും രത്ന എന്ന് പറഞ്ഞ ക്യാരക്ടറും ഹൊരഗെല്ലൂസ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. കുറെ പേർക്ക് ഇത് കണക്ട് ആവുന്നുണ്ടില്ല. നിങ്ങളോട് ഞാൻ പറയാണ്, ഇന്ന് വൈകുന്നേരത്തെ ലൈവിൽ വരും. ഇതൊക്കെ നമ്മൾ അവിടെ അടിപൊളിയായിട്ട് പഠിക്കും. ഹെൽപ്പിംഗ് അതേഴ്സ് ടു റിലീസ് ദ മെന്റൽ സ്ട്രെസ്. ഹാവ് യു ഗോട്ട് എനി സച്ച് ഹൊരഗെല്ലൂസ് ഇൻ ലൈഫ്? നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് അങ്ങനെ ഹൊരഗെല്ലൂസിനെ കിട്ടിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒരു ചെറിയ പാരഗ്രാഫിലേക്ക് എഴുതാൻ 4 മാർക്കിന്റെ ചോദ്യം. സോ ഇതിന്റെ കിടപ്പ് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. അതെ, ജനറൽ ആയിട്ടുള്ള ചോദ്യങ്ങളുണ്ട്. ടെക്സ്റ്റ് ബുക്ക് വായിച്ചാൽ നിങ്ങൾക്ക് ജനറൽ ആയിട്ടുള്ള ക്വസ്റ്റൻസും അറ്റംപ്റ്റ് ചെയ്യാം അല്ലേ. അതിന് 17ാമത്തെ ക്വസ്റ്റൻ 2019 carried away by memoir Sudhamurthy, you yourself are reminded of your own childhood days അല്ലേ. നിങ്ങൾ സുധാമൂർത്തിയുടെ ചൈൽഡ്ഹുഡ് ഡേയ്സിനെ കുറിച്ച് വായിച്ചപ്പോൾ നിങ്ങളുടെ ചൈൽഡ്ഹുഡ് ഡേയ്സിനെ കുറിച്ച് നിങ്ങൾക്ക് ഓർമ്മ വന്നു. നറേറ്റ് അൺഫോർഗറ്റബിൾ ഇവൻ ഫ്രം യുവർ സ്വീറ്റ് മെമ്മറീസ്. നിങ്ങളുടെ സ്വീറ്റ് മെമ്മറീസ് എന്ന അൺഫോർഗറ്റബിൾ ആയിട്ട് മൊമെന്റ് എഴുതുക. 6 മാർക്കാണ്. നിങ്ങൾക്ക് നന്നായിട്ട് എഴുതാൻ അറിയെങ്കിൽ, നന്നായിട്ട് ഗ്യാസ് അടിക്കാൻ അറിയെങ്കിൽ ഉറപ്പായിട്ടും അവിടെ 6 മാർക്ക് കിട്ടും. ഇനി നമ്മൾ മെൻഡിങ് വോളിലേക്ക് പോവാണ്. അടുത്ത യൂണിറ്റിലെ ചാപ്റ്റർ ആണ്. മെൻഡിങ് വോൾ ഫസ്റ്റ് ടേമിൽ ചോദിച്ചത് അങ്ങനെയാണ്. I see him there, bringing a stone grasped firmly by the top, in each hand like an old stone savage hand. ചോദ്യം, ഐഡന്റിഫൈ ദ ഫിഗർ ഓഫ് സ്പീച്ച് യൂസ്ഡ് ഇൻ ദ എബോവ് ലൈൻസ്. 2, ഹു ഇസ് ഹിം മെൻഷൻഡ് ഹിയർ? ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ നിങ്ങളത് ലൈൻ ബൈ ലൈൻ ഒരു തവണ എങ്കിലും വായിക്കണം. നിങ്ങൾക്ക് മേൽ അത്രയും റിസർച്ച് നടത്തിയിട്ടാണ് ഞാൻ എന്ത് ചെയ്തത്, ഈ വീഡിയോ പ്രിപ്പയർ ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇത് നമ്മൾ ഫസ്റ്റ് ടൈം 2019 വരികയാണ്. ആ തവണ ഇത്ര ചോദ്യം മെൻഡിങ് വോൾ വന്നുള്ളൂ. എന്നാൽ 2019 read the lines from the poem Mending Wall and answer the questions follow. Same. Who is the I referred here? Identify the poetic devices. Why does the speaker call his neighbor a savage? വീണ്ടും കോംപ്രിഹെൻഷൻ ടൈപ്പ് ക്വസ്റ്റൻസ് വന്നു. എന്നാൽ തീർന്നിട്ടില്ല ആ വർഷം. അപ്പോൾ ഇത് നിങ്ങൾ വിചാരിക്കരുത് 2 മാർക്കിന് ചോദ്യം വരുള്ളൂ. 2019 ഇവിടെ 4 + 6 + 6 16 മാർക്കിന്റെ ചോദ്യമാണ് മെൻഡിങ് വാൾ വന്നത്. റീഡ് ദ ഫോളോയിങ് ലൈൻസ് ഫ്രം ദ പോയം മെൻഡിങ് വാൾ. എന്നിട്ട് എന്ത് ചെയ്യാം? യെസ്, വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് അബൌട്ട് ദ ക്യാരക്ടർ ഓഫ് ദ പോയറ്റ് ആൻഡ് ഹിസ് നെയ്ബർ? ഈ വരി വായിച്ചിട്ട് നിങ്ങൾക്ക് പോയറ്റിന്റെ നെയ്ബറിന്റെയും ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ് മനസ്സിലായത്? ദെൻ കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് ദ ക്യാരക്ടേഴ്സ് ഓഫ് ദ പോയറ്റ് ആൻഡ് ഹിസ് നെയ്ബർ. ക്യാരക്ടറിന്റെയും നമ്മുടെ പോയറ്റിന്റെയും ക്യാരക്ടേഴ്സിന്റെയും എന്ത് ചെയ്യാം, കമ്പയർ ചെയ്യാം. എന്ത് സ്വഭാവം എന്ത് ചെയ്യുക, കമ്പയർ ചെയ്യും, കോൺട്രാസ്റ്റ് ചെയ്യാം. 18ാമത്തെ ചോദ്യം, 6 മാർക്കിന്റെ ചോദ്യം. ദ വോൾ ഇൻ മെൻഡിങ് വോൾ സ്റ്റാൻഡ്സ് ഫോർ സംതിങ് മോർ ദാൻ എ മിയർ വോൾ. മെൻഡിങ് വോൾ ഒരു വോൾ ഉണ്ട്, പക്ഷെ അത് ഫിസിക്കൽ വോൾ മാത്രമല്ല, ഇറ്റ് ഈസ് മോർ ദാൻ ദാറ്റ്. വാട്ട് എൽസ് ഡസ് ഇറ്റ് സജസ്റ്റ്? വേറെ എന്താണ് ആ വോൾ സജസ്റ്റ് ചെയ്യുന്നത്? പ്രിപ്പയർ റൈറ്റ് അപ്പ് ഓൺ ദ ഇംപ്ലൈഡ് മീനിങ് ഓഫ് ഇന്നർ മീനിങ് ഓഫ് ദി വോൾ. 6 മാർക്കിന്റെ ചോദ്യമായിരുന്നു. ദെൻ നമ്മൾ അമിഗോ ബ്രദേഴ്സിലേക്ക് വരുവാണെങ്കിൽ ഫസ്റ്റ് ടേമിൽ ചോദിച്ച ചോദ്യം ഒരു എക്സെപ്റ്റ് തരുന്നു, അതുമായിട്ട് ബന്ധപ്പെട്ട് 2 ചോദ്യങ്ങൾ ചോദിക്കുന്നു. പിന്നെ എന്താണ് ചോദിക്കുന്നത്? ഇമാജിൻ യു ആർ വൺ ഓഫ് ദി അനൗൺസേഴ്സ്. സോ അനൗൺസ്മെന്റ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയാണ്. യു ആർ വൺ ഓഫ് ദി അനൗൺസേഴ്സ് ഓഫ് ദ ഡിവിഷൻ ഫൈനൽസ് അറ്റ് ടോംകിൻ സ്ക്വയർ പാർക്ക്. റൈറ്റ് ദ സ്ക്രിപ്റ്റ് ഓഫ് ദി അനൗൺസ്മെന്റ് എന്ത് എഴുതുക? സ്ക്രിപ്റ്റ് എഴുതുക. എത്ര മാർക്കിന്? 4 മാർക്കിന്. ഇനി 22ാമത്തെ ചോദ്യം, അതേ എക്സാമിന് 2021 എക്സാമിന്. ദർ ഇസ് നത്തിങ് ഓൺ ദിസ് എർത്ത് മോർ ടു ബി പ്രൈസ്ഡ് ദാൻ ട്രൂ ഫ്രണ്ട്ഷിപ്പ്. അല്ലേ, ലോകത്തിൽ ട്രൂ ഫ്രണ്ട്ഷിപ്പിനേക്കാൾ പ്രൈസുള്ള ഒരു കാര്യമില്ല. ഹൗ ഫാർ ഈസ് ദിസ് സ്റ്റേറ്റ്മെന്റ് ട്രൂ? എത്ര ശരിയാണ് ഈ പ്രസ്താവന? നിങ്ങൾ അമിഗോ ബ്രദേഴ്സ് വായിച്ചതിന്റെ അടിസ്ഥാനത്തിൽ എഗെയിൻ 6 മാർക്കിന്റെ ഷോർട്ട് എസ്സേ ടൈപ്പ് ക്വസ്റ്റൻ ആണ്. 2019 10 മാർക്കിന്റെ ചോദ്യം അമിഗോ ബ്രദേഴ്സ് വന്നിട്ടുണ്ട്. ദ അനൗൺസർ ടേൺ ടു point out the winner and found himself alone. Arm in arm, the champions had already left the ring. Imagine that you are the announcer. അല്ലേ, ആ എൻ സീനുള്ള അമിഗോ ബ്രദേഴ്സിനെ നിങ്ങളാണ് അനൗൺസർ എന്ന് വിചാരിക്കുക. നിങ്ങൾ എന്തായിരിക്കും ആ സമയത്ത് അനൗൺസ് ചെയ്യുക? അനൗൺസ്മെന്റ് സ്ക്രിപ്റ്റ് തയ്യാറാക്കുക. സെയിം ക്വസ്റ്റൻ റിപ്പീറ്റ് ചെയ്തു വേറെ രീതിയിൽ. ഇനി നോക്കൂ, love and brotherhood slowly disappearing from the society. On your reading of the story Amigo Brothers, write an essay on the need for keeping true friendship in life. Again 6 മാർക്കിന്റെ ചോദ്യമാണ്. ജനറൽ ക്വസ്റ്റൻ ആണ്, ചാപ്റ്ററുമായിട്ട് കണക്ട് ചെയ്ത് എഴുതാൻ പറ്റും. ദ അവർ ഓഫ് ട്രൂത്ത് എന്തൊക്കെയാണ് വന്നത്? ഫസ്റ്റ് ടേമിൽ നിങ്ങൾ വന്നിട്ടുണ്ട് 4 മാർക്കിന്റെ ചോദ്യം. ഫസ്റ്റ് ടേമിൽ ആക്ച്വലി 4 + 6 + 6 16 മാർക്ക് +8.
ഓപ്ഷൻസ് അടക്കം 24 മാർക്കിന്റെ ചോദ്യമാണ് ദ അവർ ഓഫ് ട്രൂത്ത് വന്നത്. സോ നിങ്ങൾ അവർ ഓഫ് ട്രൂത്ത് ചിലപ്പോൾ ആ പരീക്ഷയ്ക്ക് നന്നായി പഠിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് 4-1 ആ ചാപ്റ്ററിന് കിട്ടിയത്. നോക്കൂ, when Martha comes to know through the papers that there was something wrong with the bank, she decides to withdraw her deposit. അവളുടെ ഡെപ്പോസിറ്റ് വിഡ്രോ ചെയ്യാൻ തീരുമാനിക്കുന്നു. ഇമാജിൻ ഷീ സെൻസ് എൻ ഇമെയിൽ. സോ എന്ത് പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞത്? ഇമെയിൽ പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞത്. ഇനി അടുത്തത്, I know that if I take this money, I do a dishonorable thing. What quality of the character is evident here? Sketch the character of റോബർട്ട് ബാൽവിൻ. റോബർട്ട് ബാൽവിൻ്റെ ക്യാരക്ടർ സ്കെച്ച് ചോദിച്ചിട്ടുണ്ട്. ഇല്ല എന്ന് വിചാരിക്കുന്നവർക്ക് ചോദിച്ചിട്ടുണ്ട്. ദെൻ പിന്നെ എന്താണ്, ആസ് എ സ്പെഷ്യൽ കറസ്പോണ്ടന്റ് ഓഫ് ന്യൂയോർക്ക് ടൈംസ് യു ആർ ആസ്ക്ഡ് ടു ഡോക്യുമെന്റ് ദ അറസ്റ്റ് ഓഫ് ജോൺ ഗ്രീഷാം. He is accused of misappropriating the fund of depositors. Complete the newspaper report. ന്യൂസ്പേപ്പർ റിപ്പോർട്ട് എഴുതാനാണ് ചോദിച്ചിട്ടുള്ളത്. 6 മാർക്കിന്റെ ചോദ്യമാണ്. ദെൻ 8 മാർക്കിന് ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? ദ അവർ ഓഫ് ട്രൂത്ത്. നോക്കൂ, കറപ്ഷൻ ഈസ് നോട്ട് എ ന്യൂ ഫിനോമിനൻ. കറപ്ഷൻ ഒരു പുതിയ ഫിനോമിനൻ ഒന്നുമല്ല, പുതിയ പ്രതിഭാസമൊന്നുമല്ല. 2000 years ago, കൗട്ടില്യ had written a book, അഷ്ടശാസ്ത്ര, discussing corruption. 2000 വർഷങ്ങൾക്ക് മുമ്പ് കൗട്ടില്യൻ ചാണക്യൻ അഷ്ടശാസ്ത്ര എന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. The 19th century dramatist Percival Wilde discusses the corrupting influence of money on people in his play The Hour of Truth. But why does it attract a great deal of attention these days? Write an article on corruption and the ways to counter it. വെരി ജനറൽ ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് നല്ല എന്താ പറയുക, ഒരു പൊതുബോധമൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് എക്സൽ ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളാണ്. 2019 6 മാർക്കിന്റെ ചോദ്യമാണ് ചോദിച്ചത്. ദ വൺ ആക്ട് പ്ലേ ദ അവർ ഓഫ് ട്രൂത്ത് പ്രസന്റ് ദ അൺഎക്സ്പെക്ടഡ് ക്രാഷ് ഓഫ് ഗ്രിഷാംസ് ബാങ്ക്. പ്രിപ്പയർ എ ന്യൂസ് റിപ്പോർട്ട്. എഗെയിൻ ക്വസ്റ്റ്യൻ എന്ത് ചെയ്തിട്ടുണ്ട്? ആവർത്തിച്ച് വരുന്നുണ്ട് എന്നുള്ളത് ഓർമ്മിച്ച് വെക്കുക. ദെൻ ഗ്രാമറിന്ന് 2023 വന്നത് ഇതുപോലെ 1 word ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ദെൻ ആക്റ്റീവ് വോയിസ്, പാസീവ് വോയിസ് വന്നിട്ടുണ്ട്. റിപ്പോർട്ടർ സ്പീച്ച് വന്നിട്ടുണ്ട്. ദെൻ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വന്നിട്ടുണ്ട്. ദെൻ എഡിറ്റിംഗ് വന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ഒന്ന് വീഡിയോ പോസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ നോക്കുക. 2019 എന്ത് ചെയ്തിട്ടുണ്ട്? ഇതുപോലെ എന്താ പറയുക, സജഷൻസ് ഒക്കെ എഴുതാൻ വേണ്ടി ചോദിച്ചിട്ടുണ്ട്. ദെൻ ഇവിടെ റിപ്പോർട്ടർ സ്പീച്ച് ചോദിച്ചിട്ടുണ്ട്. ദെൻ എഡിറ്റിംഗ് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, റൈറ്റ്. ഇനി ജനറൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. 2023 മേരി കോമിനെ കുറിച്ചൊക്കെയുള്ള ജനറൽ ആയിട്ടുള്ള ചോദ്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? ചോദിച്ചിട്ടുണ്ട്. സോ ഇങ്ങനത്തെ ചോദ്യങ്ങളും പരീക്ഷയ്ക്ക് എക്സ്പെക്ട് ചെയ്യണം. 2019 എന്തുണ്ട്? മേരി കോമിന്റെ പ്രൊഫൈൽ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ ജനറൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഞാൻ വളരെ വേഗത്തിൽ പറഞ്ഞു പോയത്. ഇതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ഇന്ന് വൈകുന്നേരം കൃത്യം 7 മണിക്ക് ഞാനും ഷാജു സാറും JD സാറും ഞങ്ങൾ 3 പേരും ലൈവിൽ വരുന്നുണ്ട്. ഇതിൽ ഒരു ചോദ്യം പോലും വിടാതെ ഗംഭീരമായിട്ട് നമ്മൾ പഠിക്കും. ഇപ്പൊ നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് വന്നിട്ടുണ്ടാവും. ഓക്കെ, ഓരോ ചാപ്റ്ററിൽ ഇങ്ങനെയൊക്കെയാണ് ചോദ്യങ്ങൾ വരുന്നത്. സോ ഞാൻ ആ രീതിയിൽ എന്ത് ചെയ്യുന്നു? സിസ്റ്റമാറ്റിക്കായി പ്രിപ്പയർ ചെയ്യുന്നു. സോ എല്ലാവരെയും വൈകുന്നേരം 7 മണിക്ക് ലൈവിൽ കാണാം. സോ ഐ വിൽ സീ യു ദ ടുഡേ ഷാർപ്പ് അറ്റ് 7 o'clock. ബൈ.